കൊണ്ടും പെരുമ കൊണ്ടും കടലേഴും കടന്ന കഥകളാണ് കോഴിക്കോടിന് പറയാനുള്ളത്. കലയും കാവ്യവും സൽക്കാരവും ഒറ്റനൂലിൽ കോർത്ത് സുന്ദരിയായ കോഴിക്കോടിന്റെ മൊഞ്ചൊന്ന് കാണണമെങ്കിൽ തീരത്തേക്കൊന്ന് എത്തി നോക്കണം. ഉച്ചവെയിലൊന്ന് ചാഞ്ഞു തുടങ്ങിയാൽ ചായം തേച്ച ക്യാൻവാസ് പോലെ ചുവന്നിരിക്കുന്ന ആകാശവും കടലിനെ ചുംബിച്ചുകൊണ്ട് ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന സൂര്യനും തീരത്തെ തലോടുന്ന അലമാലകളും കണ്ടുകൊണ്ട് അറിയാതെ നമ്മൾ ഓരോരുത്തരും ഉള്ളുകൊണ്ട് പറഞ്ഞു പോകും, കോഴിക്കോട് ഒരു മൊഞ്ചത്ത് തന്നെയാണ്. കോഴിക്കോട് കടലമ്മ മുട്ടണ കര കോഴിക്കോട് അലുവ മനസ്സുള്ളൊരി കോഴിക്കോട് വേണേ കണ്ടോളി ചങ്ങായി ഞമ്മടെ കോഴിക്കോട്. കായ വറുത്ത് തരാടോ കറുമുറ വയറിന് വച്ച് കഴിച്ചോ, ദം ബിരിയാണി കഴിച്ച പിന്നെ സംഗതി നല്ല ഉസാറ്. കൽവില് തേനൊഴുകണ കോഴിക്കോട്. വർണ്ണനകൾ കൊണ്ട് കോഴിക്കോടിനെ ധന്യമാക്കുമെങ്കിലും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കൂട്ടം മനുഷ്യർ വസിക്കുന്ന നാടുകൂടിയാണ് കോഴിക്കോട്. കൊല്ലന്റെ ആലയിലെ കാച്ചി പഴുപ്പിച്ച കാരിരുമ്പിന്റെ ഉറച്ച ശരീരം കൊണ്ടും ഏത് കൊടുങ്കാറ്റിലും മാടിയുലയാത്ത ഉറച്ച മനക്കരുത്തുകൊണ്ടും ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ആ ധീര പുരുഷ കേസരികളുടെ കഥ ഇവിടെ തുടങ്ങുന്നു. പണ്ട് വളരെ പണ്ട് അറബിക്കടലിന്റെ അലമാലകളെ വകഞ്ഞു മാറ്റി നിരവധി കൂറ്റൻ കപ്പലുകൾ കോഴിക്കോടിന്റെ ബേപ്പൂർ തീരത്തേക്കെത്തി.
ഈന്തപ്പന പൂത്തു നിൽക്കുന്ന ചുട്ടുപഴുക്കുന്ന മണൽത്തരികൾ കാറ്റിൽ പറക്കുന്ന അറേബ്യൻ മണലാരണ്യത്തിൽ നിന്നും അത്തറിന്റെ മണമുള്ള വെളുവെളുത്ത കന്തൂറിയണിഞ്ഞ അറബികൾ കാപ്പാടിന്റെ തുറമുഖത്ത് നങ്കൂരമിട്ടു. കച്ചവട ആവശ്യത്തിനായി വന്ന അറബികൾക്ക് കോഴിക്കോടിനെയും കോഴിക്കോടിന്റെ സംസ്കാരത്തെയും വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. കോഴിക്കോടും അറബികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു.